കഠിനാധ്വാനം സമ്പത്തിനെ ആകർഷിക്കും എന്ന ചിന്താഗതിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ചിന്തയെ നശിപ്പിച്ച് കളയുക. അത് സത്യമല്ല. എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ്, അതുപോലെയാണ് ലോകവും. നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. മനുഷ്യൻ അവന്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും. മനുഷ്യർ തങ്ങളുടെ മിക്കവാറും എല്ലാ പദ്ധതികളും സൃഷ്ടിച്ചെടുക്കുന്ന പണിശാലയാണ് ഭാവന. പ്രചോദനം, ഇച്ഛ എന്നിവയ്ക്ക് ഇവിടെ ആകൃതി നൽകപ്പെടുന്നു. ഒരു രൂപമുണ്ടാകുന്നു. അത് മനസ്സിന്റെ ഭാവന എന്ന കഴിവിന്റെ സഹായത്തോടെ. ഒരാൾക്ക് ഭാവനയിൽ കാണാനാകുന്നതെന്തും അയാൾക്ക് സൃഷ്ടിക്കാം എന്നൊരു ചൊല്ലുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും തുടങ്ങുന്നത് ആശയങ്ങളിലൂടെയാണ്. ആശയങ്ങൾ ഭാവനയുടെ ഉൽപ്പന്നങ്ങളാണ്. കൃത്യമായ ലക്ഷ്യത്തിനോടൊപ്പം തീർച്ചയുള്ള പദ്ധതികളുമുണ്ടെങ്കിൽ ഒരാശയത്തെ ധനമാക്കി മാറ്റാനാകും. ചിന്തക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി. മടിയുടെ അളവാണ് മനുഷ്യന്റെ ഭാവി നിശ്ചയിക്കുന്നത്. ബുദ്ധിയുടെ യഥാർത്ഥ ലക്ഷണം അറിവല്ല, ഭാവനയാണ്. ലക്ഷ്യങ്ങളാണ് നമ്മെ ആവേശത്തോടെ നിലനിർത്തുന്നത്. നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ അവന്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരുന്നു.